ടാറ്റോ. ഞാൻ നിങ്ങളാണ് വളരെയധികം സന്തോഷത്തിലാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ഫാമിലി ആയി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സാധാരണ വീഡിയോസിനൊക്കെ ഒരു 100 വ്യൂസ് കയറി കഴിഞ്ഞാൽ 150 വ്യൂസ് ഒക്കെയാണ് കിട്ടുന്നത്. എന്നാല് നമ്മുടെ പണിപാളി സോങ്ങിന്റെ ചലഞ്ച് നമ്മുടെ സ്വന്തം അനിയനെ വെച്ച് നമ്മൾ ചെയ്തിരുന്നു. അതിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 3000 വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 8000ന്റെ അടുത്തൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. വളരെയധികം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തിലാണ് ഞാൻ ഇന്ന്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ചെറിയൊരു ആർട്ട് വീഡിയോ ആയിട്ടാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറുമാടത്തിന്റെ ഒരു മിനിയേച്ചർ മോഡലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം. $500 in cash in case they don't take MX. She wanted to see me, so now I'm headed to the annex. Sorority house, she snuck me in. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കുറച്ച് ഭാഗം ഈ ഒരു ഫോണിലായിരിക്കും. ഇതിന്റെ ക്യാമറ ഒന്നും വലിയ ക്ലിയർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിയർ ഒക്കെ കുറയാൻ സാധ്യത ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മള് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് മോളിൽ നിന്ന് അടിയിലേക്കുള്ള വ്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ അടുത്ത് ആകെ ഒരു ട്രൈപോഡാണ്. ആ ട്രൈപോഡ് ഞാൻ കാണിച്ചിട്ടുണ്ടോ, ഇതാണ് ആ ട്രൈപോഡ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ മേടിച്ച ട്രൈപോഡാണ്. 1500 രൂപയുടെ സാധനം 350 രൂപ ഓഫർ നടന്നപ്പോ വെറുതെ ഒന്ന് പെട്ടുപോയി. ഇതിൽ ഫോൺ വെക്കുമ്പോ തന്നെ നല്ലപോലെ നിൽക്കുന്നില്ല. ഫോൺ വെക്കുമ്പോ തന്നെ ഒടിഞ്ഞു വീഴുകയാണ്. ഞാൻ ആ ഒരു പ്രാവശ്യം മാത്രമേ ഇതിൽ ക്യാമറ വെച്ചിട്ടുള്ളൂ. അന്ന് ഇത് പൊട്ടിപ്പോയി. ഞാൻ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഒരുപാട് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പൈസന്റെ സാധനം ചെറിയ പൈസ കൊടുത്തിട്ടുണ്ടാവും. ആരും ഒന്നും വാങ്ങരുത്. എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ എന്നെ പോലെ പെട്ടുപോകും ഗൈസ്. ഒരു പ്രാവിന്റെ വെയിറ്റ് ഒരു ഇതിനില്ല. ഇതിലൊക്കെ ഞാൻ എങ്ങനെ ക്യാമറ വെക്കാനാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മള് ഇതിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് കാര്യം പറയാനുള്ളത്, ഇതിന് എന്തൊക്കെ സാധനം വേണ്ടെന്ന് ഞാൻ പറയാൻ മറന്നത്. ഒന്നാമത് നമുക്ക് വേണ്ടത് ഇതുപോലെ ഗ്ലൂ ഗണ്ണും അതിന്റെ പശയാണ്. അത് മെയിൻ ആയിട്ട് വേണം. നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടില് മാവിന്റെ അല്ലെങ്കിൽ പ്ലാവിന്റെ, നമ്മുടെ വീട്ടിൽ പ്ലാവില്ല, മുള്ളൻ ചക്കനെയാണ് ഞാൻ എടുത്തത്. അപ്പം ഇതുപോലത്തെ കുറെ മരങ്ങൾ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പൊ വീട്ടില് മരങ്ങളെ കൊമ്പ് ഉണങ്ങിയിട്ട് ഒടിഞ്ഞു വീണതും ഒടിഞ്ഞു വീഴാൻ നിൽക്കുന്നതും അതിന്റെ ചില്ലകളൊക്കെ ഉണ്ടാവും. ഈ ചില്ലകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ആർട്ട്, നമ്മുടെ എന്താണ് പറയാ, ഏറുമാടത്തിന്റെ മിനിയേച്ചർ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത്രയും സാധനങ്ങൾ മതി. ഒരു ചെലവ് എന്ന സംഭവം ഇല്ല. വളരെ ചെലവ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാവിൻ്റെയും അതുപോലത്തെ കുറച്ച് മരങ്ങളൊക്കെ ചില്ലകൾ നമ്മൾ ഇവിടെ ശേഖരിച്ച് നമ്മൾ ഈ ഏറുമാടം ഉണ്ടാക്കാൻ പോകുന്നത് ഷഡ്ഭുജാകൃതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കെച്ച് നമ്മൾ A4 ഷീറ്റിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ആവശ്യമുള്ള കുറച്ച് അതിന് കറക്റ്റായിട്ടുള്ള കൊമ്പുകൾ നമ്മൾ എടുത്തിട്ട് അവിടെ മുകളിൽ വെച്ച് കൊടുക്കുക. ഒരു 8 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഓരോ വശത്തിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗ്ലൂ ചെയ്യുക. അത് നല്ല രീതിയിൽ ഗ്ലൂ ചെയ്ത് അത്രയും നല്ല നിൽക്കും. നമ്മളിപ്പം ഒരു പ്രൈമറി ടച്ച് ആയിട്ടുള്ള കുറച്ച് ഗ്ലൂ ചെയ്യിച്ചുള്ളൂ. ഇതിനുശേഷം നമ്മൾ കുറച്ച് കൊമ്പ് എടുത്തിട്ട് ആ ഷഡ്ഭുജത്തിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാൻ പറ്റിയ ലെവലിൽ കുറച്ച് കൊമ്പ് എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ആ കൊമ്പ് അതിൽ കറക്റ്റായി വെക്കാൻ പാകത്തിന് വെട്ടി മുറിച്ച് വെച്ചിട്ട് അത് മൊത്തത്തിലും നല്ല രീതിയിൽ നല്ല ഹാർഡായിട്ട് തന്നെ ഒന്ന് ഗ്ലൂ ചെയ്തിടുക. അപ്പോൾ ഗ്ലൂ ചെയ്തിട്ട് കഴിഞ്ഞാൽ എത്ര നന്നായി ഗ്ലൂ ചെയ്യുന്നു അത്രയും നന്നായിരിക്കും. നല്ല രീതിയിൽ ഹാർഡായി ഗ്ലൂ ആയിട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ടൊന്നും കൂടി ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഗ്ലൂ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തൂണാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. തൂണ് നമ്മൾ 8 സെൻറ്റിമീറ്റർ തന്നെയാണ് തൂണും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 6 തൂണിന് 6 വശത്തേക്കായി 6 തൂണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ 6 തൂണിവിടെ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്ലൂ ചെയ്യുമ്പോൾ ജസ്റ്റ് മറിഞ്ഞ് വീഴാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2-3 സെക്കൻഡ് ഒന്ന് നമ്മൾ ആ ഒരു കമ്പുമ്പോൾ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഒട്ടി നിന്നോളും. അതിനുശേഷം നമ്മൾ എല്ലാ ഇതും നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കുക. മറിഞ്ഞു വെക്കാൻ സാധ്യത ഉണ്ടാക്കാത്തത് തൂണാണ് നമ്മളെ അടിത്തറ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നല്ല ഷാർപ്പായിട്ട് നല്ല ഹാർഡായിട്ട് നമ്മൾ ഒട്ടിക്കുക. കുറച്ച് നേരം പിടിച്ച് നിൽക്കുക. കാരണം പിടിച്ച് നിന്നിട്ടില്ലെങ്കിൽ അത് വീഴാനും ചെരിയാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ച് നിൽക്കുക.
6 വശത്ത് നമ്മൾ ഈ തൂണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടുവിലൊരു തൂണുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളെ ഏറുമാടത്തിൻ്റെ രൂപം ഒരു കൂനുള്ള രൂപത്തിലാണ്. അതുകൊണ്ട് എന്തായാലും നടുവ് തന്നെ നമ്മൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ മുകളിൽ ഇതുവരെ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു ലിൻഡിൽ വാർത്ത് കൊടുക്കുക. മരം കൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ട് കറക്റ്റ് എല്ലാം നമ്മൾ അടിയിലെടുത്ത് അതേ ആകൃതി തന്നെ മുകളിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചെറിയ ചെരിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ അളവ് അളന്നെടുക്കുക. നമ്മളതിന് പലതിനും പല അളവാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. ഓരോന്നിനും ഓരോ അളവ് നമ്മൾ അളന്നെടുത്ത് സെറ്റാക്കുക. നമുക്ക് ഏറ്റവും സിമ്പിളായി തോന്നിയത് ഈ ലിൻഡിൽ വാർക്കുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ലിൻഡിൽ വാർത്തെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിനുശേഷം നമ്മൾ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ നടുവിലെ തൂണിൽ നിന്ന് ബാക്കി 6 വശത്തേക്കുള്ള തൂണിലേക്ക് ഓരോ മരത്തടി വെച്ചുകൊടുക്കുക. അതൊരു വീടിൻ്റെ ആകൃതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നതല്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാ വീടുകളും ഏറുമാടങ്ങളൊക്കെ ആ ഒരു ഷേപ്പിലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അപ്പോൾ ഒരു ത്രികോണാകൃതി നമുക്ക് കിട്ടും. ആ ത്രികോണാകൃതിയിൽ ഓരോ ചെറിയ ചെറിയ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. ഒരു ഓട് വെക്കാൻ പാകത്തിനുള്ള ഒരു ഷേപ്പിന് ചെറിയ ചെറിയൊരു മരക്കഷ്ണം വെച്ചെടുക്കുക. നമ്മൾ ഓടൊന്നല്ല വെക്കാൻ പോകുന്നത്, എന്നാലും അഥവാ ഓട് വെക്കേണ്ടി വന്നാലും നമുക്ക് അങ്ങനെ വെക്കാം. ഒരു രസത്തിന് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 8 സെൻറ്റിമീറ്ററിൽ 6 മരത്തടി ഒഴിച്ചിടുക. എന്നതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിലും പകുതിയിൽ താന്നിട്ട് ഓരോ മരത്തടിയും വെച്ച് കൊടുക്കുക. നമ്മൾ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഈ പണി പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണെന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിരിക്കും. ഇപ്പം തന്നെ ഏകദേശം ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നതെന്ന്. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ചെറിയ ചില്ലകൾ വെച്ചിട്ട് ആ മരത്തടി വെച്ച കൊടുത്തൊരു ഭാഗത്ത് മുഴുവനായിട്ടും ചെറിയ ചെറിയ കമ്പ് വെച്ച് ഒട്ടിക്കുക. ഇത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗിക്ക് തന്നെയാണ് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത്. ഭംഗിയും അതിനൊപ്പം എല്ലാം നമ്മൾ ഭംഗിക്ക് വേണ്ടിയാണ് ഒട്ടിക്കുന്നത്. അപ്പം കുറച്ച് ഭംഗി കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുന്നത്. ഇതിപ്പം വലിയ തടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ തടിയാകുമ്പോഴാണ് നമ്മളൊരു ഭംഗി നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ കഴിയുക. ചെറിയ തടിയാകുമ്പോഴാണ്. ഈ സംഭവം മുഴുവനായി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പണി 90% പൂർത്തിയായി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. നമ്മുടെ പണി ഇപ്പം ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏറുമാടത്തിൻ്റെ ചുറ്റും ഗ്ലൂ ഒരുമാതിരി 8 വല പോലെ ഫുള്ള് ഒരുമാതിരി വൃത്തിയുടെ പോലെ ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വർക്ക് 90% പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ 2 കാര്യം കൂടി ചെയ്യേണ്ടതുള്ളൂ. ഒന്ന്, നമ്മുടെ ഏറുമാടത്തിലേക്ക് കയറാൻ ഒരു മിനിയേച്ചർ കോണിന്റെ ഒരു മോഡൽ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ഒരു മേൽക്കൂരൊന്ന് ഒന്ന് ഭംഗിയാക്കി എടുക്കാനും കൂടെ ഉണ്ട്. ഈ 2 വർക്കും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ഏറുമാടം ഫുള്ള് ഫിനിഷ് ആയിരിക്കും. ഏറുമാടത്തിന്റെ മേൽക്കൂര നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്ന ഈ ഒരു പായലാണ്. ഇത് നമ്മൾ ഏകദേശം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തികയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മുകളിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ അടിയിലേക്ക് വെക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ ഇതിൽ വെച്ചിട്ടൊന്ന് ഒട്ടിക്കണം. നേരിച്ചപ്പോൾ ഒന്ന് ഷാർപ്പാക്കി വെച്ചതിന് ശേഷം ഫുള്ളാണ് കവർ ചെയ്തിട്ട് മടക്കുക. അപ്പോൾ ഈ രാവിലെ നമുക്ക് എന്നിട്ട് ഇതൊന്ന് സ്റ്റാപ്ലർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഫുള്ളൊന്ന് കറക്റ്റായിട്ട് വെട്ടി നമ്മളിപ്പോൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതൊന്ന് ഒട്ടി ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ട് പശ അല്ലെങ്കിൽ നൂലുകൊണ്ട് കുറയ്ക്കുന്നതിന് ചെയ്ത അടിപൊളിയായിരിക്കും. ഇപ്പൊ നമ്മള് പശനെക്കാളും കുറച്ചുകൂടി നന്നാവാൻ തോന്നുന്നത് നൂലുകൊണ്ട് കുറക്കലായിരിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് നൂലോണ്ട് ജസ്റ്റ് ഒന്ന് കുറത്തിടുക. നമ്മൾ ഇതിൽ ഈ ഒരു ബ്ലാക്ക് നൂലാണ് എടുക്കുന്നത്.
ഒരു വീടിനെ കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇനിയാണ് മെയിൻ പരിപാടി എടുക്കുന്നത്. നമ്മളിതിന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഓരോന്നോരോന്നിട്ട് മെല്ലെ മെല്ലെ സാവ. അപ്പൊ ഗായ്സ് നമ്മളെ ഈ ഒരു ഇതിന്റെ ഒരു പണി 98% പൂർത്തിയായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മുകളിലുള്ള പായലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിനെക്കാളും നല്ലൊരു ബുദ്ധിയിൽ ഐഡിയയിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ലെവൽ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ നമ്മളൊന്നും കൂടി ഒന്ന് അറിയിക്കുക. എനിക്ക് ഇത്ര ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇതും വലിയൊരു ഫുള്ള് പവറിലൊന്നല്ല, ജസ്റ്റ് ഒരു 4-5 കുലുക്കുക, ചിലപ്പം വീണിന്നൊക്കെ വരും. കാരണം നമ്മള് ഫെവിക്കോളാണല്ലോ, ആ ലെവലില് നമ്മൾ ഒട്ടുള്ളൂ. പിന്നെ പായലാണ്, അപ്പം കുറെ ദീർഘകാലം നിൽക്കൊന്നുമില്ല, കുറച്ചിട്ട് ഉണങ്ങിപ്പോവും. ഉണങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ഭംഗിയായിരിക്കും. അതിന് ഫുള്ളൊരു കാപ്പി കളറിൽ ഉണങ്ങി കഴിഞ്ഞാൽ വേറൊരു ഭംഗിയായിരിക്കും. അപ്പൊ നമ്മളിത് ഇതിന്റെ കോണി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമ്മള് കുറച്ച് വിറകഷ്ണൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഈ നൂല് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കയറ് പോലത്തെ ഒരു കോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കോണി നമ്മള് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫെവിക്വിക്കിന്റെ അളവ് കൂടിയോണ്ടാന്ന് തോന്നുന്നു നല്ലാണ്ട് ഉറച്ചു പോയി. ഒരു എന്താ പറയുക, ലൂസ് ഒന്നും കിട്ടുന്നില്ല, ഫുള്ള് ഉറച്ച് നിൽക്കുകയാണ്. ഏതായാലും നമ്മള് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള നിലക്ക് ഇത് നമ്മള് നമ്മുടെ ഏറുമാടം മിനിയേച്ചർ ഏറുമാടത്തിന്റെ മുകളിൽ കെട്ടാൻ പോവാണ്. ഒന്നുമില്ല, ഇതൊന്ന് കെട്ടിരുന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഫുൾ അഡ്ജസ്റ്റ്മെന്റ് വെച്ചതാണ്, ഫുള്ള് പെർമനന്റ് ഒന്നും അല്ല. നമ്മൾ ചെയ്ത സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ കെട്ടിയ നൂല് നമ്മുടെ ചെരുപ്പൊക്കെ തിന്നാൻ ഉപയോഗിക്കുന്ന ആ നൂലാണ് നമ്മളിതിൽ കെട്ടിയിരിക്കുന്നത്. ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂല് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് ഫെവിക്വിക്ക് ഇങ്ങനെ ഒട്ടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. അപ്പം അതന്നെ ഒട്ടിക്കണമെന്നൊന്നും ഇല്ല. അപ്പം ഇത് മുകളിലുള്ള പുല്ലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ വെച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. ഇതിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം മുകളിൽ വെച്ച് ചില പുല്ലുകൾ മാത്രം അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റായി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഔട്ട്റോ കിടക്കണം.
മൂലം നമ്മൾ ഈ ഒരു വർക്കിന് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്തായാലും നൈസായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഇതിനെക്കാട്ടും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ